CPI ആദർശശുദ്ധിയുള്ള പാർട്ടിയാണ്, നിലപാടുള്ള പാർട്ടിയാണ്, അഴിമതിക്കാരുടെ പാർട്ടിയല്ല, ധാർഷ്ട്യത്തിന്റെ പാർട്ടിയല്ല. പാർട്ടിക്ക് ഇപ്പോഴും പ്രാധാന്യമുണ്ട്, വ്യക്തിക്കല്ല. CPIയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. CPIM എന്ന് പറയുന്ന പാർട്ടി വ്യക്തിയാധിഷ്ഠിതമായി മാറിയിരിക്കുന്നു. പിണറായി എന്ന അധികാരിയാണ് തീരുമാനങ്ങൾ എടുക്കുന്നതും നടപ്പിലാക്കുന്നതും. എന്നാൽ CPI അങ്ങനെയല്ല, പാർട്ടിയാണ്. പാർട്ടിക്ക് നയമുണ്ട്, നിലപാടുണ്ട്. പാർട്ടിക്ക് അപ്പുറത്തേക്ക് വ്യക്തിക്ക് പ്രാധാന്യമില്ല. അതുകൊണ്ട് CPI നിലപാട് ഉറച്ചു നിൽക്കുന്നു, ഉറക്കെ പറയുന്നു, പരസ്യമായി തന്നെ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നു. എന്നാൽ അതിനപ്പുറത്തേക്ക് നീങ്ങാനുള്ള ത്രാണി CPIക്ക് ഇല്ല. കാരണം CPI എന്ന പാർട്ടി നിലനിൽക്കുന്നത് തന്നെ CPIMന്റെ കൂടെ ഇങ്ങനെ പോകുന്നത് കൊണ്ടാണ്. അവർക്ക് ഇത്രയധികം സീറ്റുകളൊക്കെ കിട്ടുന്നത് പിണറായിയുടെ കൂടെ നിൽക്കുന്നത് കൊണ്ടാണ്, അല്ലാതെ വലിയ പാർട്ടി ആയതുകൊണ്ടല്ല. ആ CPI എന്ന പാർട്ടിക്ക് ഇങ്ങനെ കിടന്ന് ബഹളം വയ്ക്കാനും പ്രസ്താവന ഇറക്കാനും അല്ലാതെ തന്റെ അടുത്തോടുകൂടി ഒരു നിലപാടെടുക്കാൻ സാധിക്കുകയില്ല. അവരങ്ങനെ നിലപാടെടുത്ത് പുറത്തേക്ക് വന്നാൽ അവർ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും എന്ന് കോൺഗ്രസ് പാർട്ടി പറയുന്നുണ്ടെങ്കിലും അതിനുള്ള ശേഷിയൊന്നും UDFിനില്ല. കോൺഗ്രസ് പാർട്ടി മാത്രം പറഞ്ഞാൽ പോരാ, ലീഗ് വേണം, കേരള കോൺഗ്രസ് വേണം, ഇവരുടെയൊക്കെ അഭിപ്രായം വേണം CPIക്ക് മുന്നണിയിലേക്ക് വരണമെങ്കിൽ. അത് സാധിച്ചെന്ന് വരില്ല. കാരണം ഉള്ള സീറ്റിന് വേണ്ടി പിടിവലി കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു മുന്നണി സംവിധാനമാണ് UDFിൽ ഇപ്പോഴുള്ള സീറ്റ് പോരാ, ഇനിയും സീറ്റ് വേണം, തങ്ങളുടെ സ്വാധീനം വർദ്ധിക്കുന്നു എന്ന് ലീഗ് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ലീഗിന്റെ അവകാശവാദം ഒരു പരിധി വരെ ശരിയാണ് താൻ. അവിടെ ലീഗിന് കൂടുതൽ സീറ്റ് കൊടുക്കാനിരിക്കുമ്പോൾ മാണിയെ ചവിട്ടി താഴ്ത്തി ആ സീറ്റ് കൂടി പിടിച്ചെടുത്ത് ജോസഫ് മുമ്പോട്ട് പോകുമ്പോൾ CPIക്ക് എവിടെ നിന്ന് സീറ്റ് കൊടുക്കും? ജോസ് കെ മാണിയോട് ഇങ്ങോട്ട് പോരുന്നോ എന്ന് ആരൊക്കെയോ ചോദിക്കുന്നത് കേട്ടു. പക്ഷെ അപ്പോൾ തന്നെ ജോസഫിന്റെ ആൾക്കാർ പറഞ്ഞു, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഇങ്ങോട്ട് വരണ്ട എന്ന്. കാരണം മാണി വന്നാൽ ജോസഫിന്റെ സീറ്റിന്റെ എണ്ണം കുറയും. അങ്ങനെ ജോസ് കെ മാണിയെ വരുത്താതെ ചവിട്ടി അകറ്റി നിർത്തിക്കൊണ്ടിരിക്കുമ്പോൾ മുസ്ലിം ലീഗിനോളം വലിപ്പമുള്ള വിളിച്ചാൽ കുറഞ്ഞത് 25 സീറ്റ് കൊടുക്കേണ്ടി വരും. എവിടെ നിന്ന് എടുത്തു കൊടുക്കും? കോൺഗ്രസിന് ഒരു കാരണവശാലും CPIയെ തൃപ്തിപ്പെടുത്താൻ ത്രാണിയില്ല. CPIക്ക് സീറ്റ് കൊടുക്കണമെങ്കിൽ കോൺഗ്രസുകാർ അവരുടെ കയ്യിൽ നിന്നും എടുത്തു കൊടുക്കേണ്ടി വരും. ലീഗ് ഒരു സീറ്റ് പോലും വിട്ടുകൊടുക്കില്ല, കേരള കോൺഗ്രസ് ഒരു സീറ്റ് പോലും വിട്ടുകൊടുക്കില്ല. അതുകൊണ്ട് CPIക്ക് UDFിലേക്ക് വരാം എന്നത് വെറും മോഹം മാത്രമാണ്, സാധ്യമല്ല. അതുകൊണ്ട് തന്നെ CPIയുടെ മുമ്പിൽ ഏക വഴി പുറത്തെങ്ങനെ ബഹളം വെച്ച് പ്രതിഷേധിച്ച് അണികളെ തൃപ്തിപ്പെടുത്തി CPMന്റെ അടിമപ്പണി തുടരുകയാണ്. CPMനെ സംബന്ധിച്ചിടത്തോളം CPI പോകുന്നതിൽ ഒരു വിഷമവും അവർക്കില്ല. അവർ കരുതുന്നതും അവർ വിശ്വസിക്കുന്നതും CPI പിടിച്ചു നിൽക്കുന്നത് CPMന്റെ വോട്ട് കൊണ്ടാണെന്നാണ്. CPIക്ക് ഒരിടത്തും സ്വന്തമായി വോട്ട് ബാങ്ക് ഇല്ലെന്നും എവിടെയൊക്കെ അവർക്ക് MLA മാരുണ്ടോ മന്ത്രിമാരുണ്ടോ അവിടെയൊക്കെ ചില സ്വാധീനമുണ്ടെങ്കിലും ആ സ്വാധീനത്തെ മറികടക്കുന്ന സ്വാധീനം CPMനുണ്ടെന്നും CPMകാരാണ് CPIയെ രക്ഷിച്ചെടുക്കുന്നത് എന്നുമാണ് CPMന്റെ വിശ്വാസം. ഒരിടത്തേക്കും പോകാനില്ലാത്ത CPI എത്ര ബഹളം വെച്ചാലും ഗൗനിക്കേണ്ടതില്ല എന്ന് CPM തീരുമാനിച്ചതുകൊണ്ട് തന്നെയാണ് ആലോചിക്കുക പോലും ചെയ്യാതെ അവർ പോയി ഒപ്പുവെച്ചത്.